പണ്ട് വടക്കൻ പാട്ടുകളിൽ നാം കേട്ടിരുന്നൊരു കഥയുണ്ട്. ഭഗവാൻ വിഷ്ണുവിൻ്റെ അവതാരം പരശുരാമൻ തൻ്റെ മഴുവീശി എറിഞ്ഞപ്പോൾ അറബിക്കടലിൽ നിന്നും കേരളം ഉത്ഭവിച്ച കഥ. കൂടെ ഒരു ആയോധന കലയുടെ പിറവി. പരശുരാമനിൽ നിന്നും കേരള മണ്ണിൻ്റെ വീരന്മാർ ആർജിച്ചെടുത്ത ഒരു യുദ്ധമുറ കളരിപ്പയറ്റ്. കളരിച്ചുവടുകളിലൂടെ യുദ്ധം ചെയ്ത് മലയാളക്കരയെ സംരക്ഷിച്ച ആ വീരന്മാരെ നാം വിളിച്ചിരുന്നൊരു പേരുണ്ട്. കളരിച്ചേകവന്മാരുടെ മുൻപിൽ ബ്രിട്ടീഷ് സൈന്യത്തിന് പോലും മുട്ടുവിറച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. അതിനാൽ പ്രതിരോധത്തെ ഭയന്ന് ബ്രിട്ടീഷുകാർ വർഷം 1804 കളരിപ്പയറ്റും കളരി പരിശീലനങ്ങളും നിരോധിക്കാനിടയായി. കളരികൾ അടച്ചുപൂട്ടി ഗുരുക്കന്മാരെ തടവിലാക്കി. എന്നാൽ ഏതാനും ചില കളരി ഗുരുക്കന്മാർ ഒളിവിൽ രഹസ്യമായി പരിശീലനം തുടർന്നു. അങ്ങനെ ഗുരു ശിഷ്യ ബന്ധത്തിലൂടെ തലമുറകളായി അറിവ് കൈമാറി ആ കല നിലനിന്നു. നമസ്കാരം, എൻ്റെ പേര് മുജീബ് റഹ്മാൻ. ഇടപ്പള്ളിയിലെ ലുബൈന കളരി ഗുരുനാഥനായിട്ടുള്ള ശ്രീ അബ്ദുൽ ജലീൽ ഗുരുക്കളുടെ മകനും ശിഷ്യനുമാണ്. കളരിപ്പയറ്റ് എന്നുള്ളത് കേരളത്തിൻ്റെ തനതായ ആയോധന കലയാണ്. ലോകത്തുള്ള എല്ലാ ആയോധനകളുടെയും മാതാവെന്നാണ് കളരിപ്പയറ്റിനെ വിശേഷിപ്പിക്കുന്നത്. ലുബൈന കളരിയുടെ ചരിത്രം പറയുകയാണെങ്കിൽ 1959 കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി എന്ന സ്ഥലത്താണ് ആദ്യമായി ലുബൈന കളരി സ്ഥാപിക്കുന്നത്. എൻ്റെ പിതാവിൻ്റെ പിതാവായിട്ടുള്ള അബ്ദുള്ള കുട്ടി ഗുരുക്കളാണ് ലുബൈന കളരി സ്ഥാപിക്കുന്നത്. അദ്ദേഹം പിന്നീട് വടക്കൻ കേരളത്തിൽ പല ജില്ലകളിലും കളരി പരിശീലിപ്പിക്കുകയും 1978 എറണാകുളം ജില്ലയിലെ വെണ്ണല എന്നുള്ള പ്രദേശത്ത് കളരി സ്ഥാപിക്കുകയും ചെയ്തു. പിന്നീട് എറണാകുളം ജില്ലയെ ചുറ്റപ്പറ്റിയായിരുന്നു അദ്ദേഹത്തിൻ്റെ കളരി പരിശീലന രീതികളെല്ലാം പോയിക്കൊണ്ടിരുന്നത്. കളരിപ്പയറ്റ് മധ്യകേരള സമ്പ്രദായം എന്നുള്ളൊരു പ്രത്യേക രീതിയിലാണ് ലുബൈന കളരി പരിശീലിപ്പിക്കുന്നത്. പല തരത്തിലുള്ള സമ്പ്രദായങ്ങൾ കേരളത്തിലെ കളരിപ്പയറ്റിൽ ഇന്ന് നിലവിലുണ്ട്. വടക്കൻ, തെക്കൻ, മധ്യകേരള, തുളുനാടൻ, കടത്തനാടൻ, അത്തരത്തിൽ അതൊക്കെ പ്രാദേശികമായിട്ടുള്ള വേർതിരിവാണ്. വടക്കൻ പ്രദേശത്തുണ്ടാകുന്ന പരിശീലന രീതികളെ മൊത്തത്തിൽ വടക്കൻ സമ്പ്രദായമെന്നും തെക്കൻ രീതിയിലെ പരിശീലന രീതിയെ തെക്കൻ സമ്പ്രദായം എന്നും മധ്യകേരളത്തിലുള്ളതിനെ മധ്യകേരള സമ്പ്രദായം എന്നുള്ള രീതിയിലാണ് പരിശീലനം പോയിക്കൊണ്ടിരിക്കുന്നത്. ലുബൈന കളരി പരിശീലിപ്പിക്കുന്നത് മധ്യകേരള സമ്പ്രദായമാണ്. മധ്യകേരള സമ്പ്രദായത്തിൽ തന്നെ പ്രത്യേകമായിട്ടുള്ളൊരു പരിശീലന രീതിയുണ്ട്. കളം ചവിട്ട് എന്നാണ് അതിൻ്റെ രീതി. 2 മുതൽ 64 കളങ്ങളാണ് കളം ചവിട്ട് പരിശീലന രീതിയിൽ വരുന്നത്. 2 കളം എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ കാല് വെക്കുന്നു ആ സ്ഥലത്തിനെയാണ് കളം എന്ന് പറയുന്നത്. അത്തരത്തിൽ 2 കളം, 3 കളം, 4 കളം, 5 കളം, 6 കളം, അങ്ങനെ 64 സ്ഥലത്ത് കാല് വെച്ച് ചെയ്യുന്ന ചൂടുകൾ കളം ചവിട്ടിലുണ്ട്. ഓരോ കളത്തിലും 2 കളം ആയാലും 3 കളമായാലും 4 കളമായാലും ഒരു 100ഓളം ചുവടുകൾ വരും. ചുവട് എന്ന് പറയുന്ന മൂവ്മെൻറ്റ്സ് ആണ്. അതിലുള്ള ആപ്ലിക്കേഷൻ ഇതേപോലെ തന്നെ ഒരു 100ഓളം ആപ്ലിക്കേഷൻസ് വരും. ഇങ്ങനെ ഇത്ര ബൃഹത്തായിട്ടുള്ളൊരു രീതിയാണ് കളഞ്ച രീതിയിൽ വരുന്നത്.
ഇനി കളരിപ്പയറ്റിൻ്റെ പരിശീലന രീതികളെക്കുറിച്ച് പറയുമ്പോൾ മെയ്ത്താരി, കോൽത്താരി, അങ്കത്താരി, വെറുങ്കൈ, കളരിമർമ്മ ചികിത്സ, ഇങ്ങനെ 5 തരത്തിലാണ് ഇതിൻ്റെ പരിശീലന രീതിയെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഭയങ്കര സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു മാർഷൽ ആർട്ട് രീതിയാണ് കളരിപ്പയറ്റ് എന്നുള്ളത്. കാരണം ഒരു കുട്ടി കളരിയിലേക്ക് വരുമ്പോൾ അവൻ്റെ ശരീരത്തിൻ്റെ വഴക്കം ശരിയാക്കുകയും അവൻ്റെ ശരീരത്തിൻ്റെ ബാലൻസ് കറക്റ്റാക്കുകയും കാല് ഭൂമിയിൽ ഉറപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ പരിശീലനം തുടങ്ങുന്നു. പിന്നീട് പയ്യെ പയ്യെ മൂവ്മെൻറ്റുകളുടെ വേഗത കൂട്ടുകയും അതിൻ്റെ ആക്യുറസി കൂട്ടുകയും ചെയ്യുന്നു. രണ്ടാമത് ഇനമായിട്ടുള്ള കോൽത്താരിയിലേക്ക് വരുമ്പോൾ വടി കൊണ്ടുള്ള പരിശീലന രീതികൾ, വടി വീശലും വടിപ്പയറ്റും കുറുവടിപ്പയറ്റും അത്തരത്തിലുള്ള പരിശീലന രീതികളിലേക്ക് വരുന്നു. മൂന്നാമത്തെ രീതിയായിട്ടുള്ള അങ്കത്താരി വരുമ്പോൾ യുദ്ധമുറകളാണ് പരിശീലിപ്പിക്കുന്നത്. മെറ്റൽ വെപ്പൺസ് കൊണ്ടുള്ള പരിശീലന രീതിയാണ്. വാള്, പരിച, കുന്തം, കത്തി, കടാര, ഉറുമി, അത്തരത്തിൽ മെറ്റൽ ആയുധങ്ങളാണ് അതിൽ പരിശീലന രീതിയായിട്ട് വരുന്നത്. നാലാമത്തെ ഘട്ടമായിട്ടുള്ള വെറുങ്കൈ വരുമ്പോൾ ഇതിൻ്റെ എല്ലാം അഡ്വാൻസ് സ്റ്റഡീസാണ് വെറുങ്കൈയിൽ വരുന്നത്. വാള് കൊണ്ടായാലും കത്തി കൊണ്ടായാലും വെറുകൈ കൊണ്ടായാലും ഒരാളോ കൂട്ടമായിട്ടോ ആക്രമിക്കാൻ വന്നാൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കാം, തിരിച്ചെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് വെറുങ്കൈ രീതിയിൽ വരുന്നത്. കളരി ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അതിരുകൾ തകർക്കുന്ന ഒരു യാത്രയാണ്. ഓരോ ചുവടും വേദനയിലൂടെ പിറക്കുന്ന ഒരു ശക്തി. ഗുരുക്കന്മാരുടെ മേൽനോട്ടത്തിലൂടെയും വർഷങ്ങളുടെ കഠിന പരിശീലനത്തിലൂടെയും മാത്രമേ ഈ കലയെ പൂർണ്ണമായി കൈവശപ്പെടുത്താൻ കഴിയൂ. ഓരോ വീഴ്ചയിലും ശരീരം പഠിക്കുകയാണ്. കളരി അഭ്യസിക്കുന്നത് വേഗത്തിലല്ല, കാലത്തിലാണ്. ലുബൈന കളരി 1978 എറണാകുളം ജില്ലയിൽ സ്ഥാപിച്ചതിന് ശേഷം പല ബ്രാഞ്ചസ് എറണാകുളം ജില്ലയുടെ പല ഭാഗത്തായിട്ട് തുടങ്ങി. ശ്രീ അബ്ദുൽ ജലീൽ ഗുരുക്കളാണ് കഴിഞ്ഞ 25 വർഷമായിട്ട് ലുബൈന കളരിയുടെ ഗുരുനാഥനായിട്ട് ഉള്ളത്. അദ്ദേഹത്തിൻ്റെ മകനാണ് ഞാൻ. എനിക്കൊരു അനിയനുണ്ട്, ഷുഐബ് എന്നാണ് പേര്. ഞങ്ങൾ രണ്ടും ഈ മേഖലയിൽ തന്നെയാണ് കുറേ വർഷങ്ങളായിട്ട് നിൽക്കുന്നത്. മുമ്പ് കാലങ്ങളിൽ കളരികളിൽ പെൺകുട്ടികൾ വളരെ കുറവായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ പെൺകുട്ടികളെ കളരിയിലേക്ക് കൂടുതൽ ആകർഷിക്കാൻ വേണ്ടി സ്വരക്ഷാ മാർഗങ്ങൾക്ക് വേണ്ടി പ്രത്യേക തരത്തിലുള്ള രീതികൾ ഡെവലപ്പ് ചെയ്തെടുത്തു. പിങ്ക് ഷീൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു NGO രൂപം നൽകി പെൺകുട്ടികളിലേക്ക് കൂടുതൽ കളരിപ്പയറ്റിനെ എത്തിക്കാനും അവർക്ക് സ്വരക്ഷാ മാർഗങ്ങൾ പഠിപ്പിക്കാനും നമ്മൾ തുടങ്ങി. ഇത്തരത്തിൽ കേരളത്തിലെ ഈ ആയോധന കലയെ മാക്സിമം ഡെവലപ്പ് ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് നമ്മൾ ലുബൈന കളരി ഇവിടെ നിലനിൽക്കുന്നത്. അതിൻ്റെ റിസൾട്ട് എന്നുള്ള നമ്മുടെ കളരിയിൽ 100ഓളം പെൺകുട്ടികൾ ഇന്ന് പഠിക്കുന്നുണ്ട്. അതൊരു വലിയൊരു നാഴികക്കല്ലായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ കളരിപ്പയറ്റ് എന്നുള്ളത് മുമ്പ് കാലങ്ങളിൽ എല്ലാ മുക്കിലും മൂലയിലും ഉണ്ടായിരുന്നതാണ്. പിന്നെ ഇടക്കാലത്ത് വൈദേശിക ആയുധങ്ങളുടെ ഇടപെടൽ കാരണം കളരിപ്പയറ്റിന് ചെറിയൊരു മങ്ങലേറ്റിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കളരിപ്പയറ്റ് അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ പൂർണ്ണ ഊർജ്ജത്തോടെ നിലനിൽക്കുകയാണ്. അപ്പോൾ അത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. കൂടുതൽ യുവാക്കളും യുവതികളും കളരിയിലേക്ക് വരുമ്പോൾ അതിനും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഈ ഒരു ദൗത്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു. നന്ദി. കളരി എന്ന ആയോധന കല പിറന്ന് 2000 വർഷങ്ങൾ പിന്നിടുമ്പോഴും ഓരോ മലയാളിയുടെയും മനസ്സിൽ ഒരു തീയായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇനിയൊരു 2000 വർഷങ്ങൾ കടന്നുപോയാലും ആ തീ അണയാതെ നിലനിൽക്കും. കാരണം അവർ നമ്മോടൊപ്പമുണ്ട്. കളരിച്ചുവടുകൾ പയറ്റിത്തെളിഞ്ഞ വീരന്മാർ. ചേകവർ.